അതെ നമുക്കിന്നുണ്ടല്ലോ നല്ല അടിപൊളി പഴം നിറച്ചിൻ്റെ റെസിപ്പി നോക്കിയാലോ. നല്ല രസമാണ് കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടിക്ക്. ഒന്നും ഒരു കഷ്ണം മതി നമുക്ക് ഒരു വയറ് നിറയാൻ ചായക്ക്. അപ്പോൾ വീഡിയോ കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നല്ല പഴുത്ത നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. ഇതിനേക്കാണെങ്കിൽ കൂടുതൽ പഴുത്ത് കിട്ടുകയാണെങ്കിൽ അതാണ് കേട്ടോ നല്ലത്. പിന്നെ കുറച്ച് തേങ്ങ ചിരവി ഇതും കൂടെ എടുക്കുന്നുണ്ട്. പിന്നെ ഒരു ചട്ടി അടുപ്പത്തൊട്ട് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഒരു പശു നെയ്യ്, ഒരു 3 ടേബിൾ സ്പൂൺ പശു നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് ചൂടാവട്ടെ. ഇത് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. ഞാൻ ബേബി അണ്ടിപ്പരിപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഏതാ ഇല്ലയെന്ന് വെച്ചാൽ ഇട്ട് കൊടുക്കാം, ഇല്ലെങ്കിൽ വേറെ ബദാമെല്ലാം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നമുക്കൊന്ന് മൂത്ത് വരട്ടെ. മൂത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ചിരകി വെച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഓവർ റോസ്റ്റ് ചെയ്യാറ് ഒരു ചെറിയൊരു ഈ എന്താ പറയുക, ഈ തേങ്ങര നനവില്ലേ അത് ഒന്ന് മാറി കിട്ടുന്നവരൊന്ന് വാട്ടി കൊടുക്കാം. പിന്നെ അതിലേക്ക് നമുക്കൊരു ആവശ്യത്തിന് കുറച്ച് പഞ്ചസാര വേണം, എന്നാലേ നമുക്ക് ടേസ്റ്റ് ഉണ്ടാവും. ഞാനൊരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് മെൽറ്റാക്കി എടുക്കാം. പഞ്ചസാര മെൽറ്റായിട്ടാകുമ്പോൾ ഇപ്പോൾ ഒരു മണം വരും, നല്ല രസമാണ് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്കൊരു മുട്ട ഒഴിച്ച് കൊടുക്കാം. വെറും തേങ്ങ വെച്ചിട്ടും ഫില്ലിങ് ആക്കുന്നവരുണ്ട് കേട്ടോ. പക്ഷേ ഞാൻ ഇതിനകത്ത് ഒരു മുട്ട ചേർത്ത് കൊടുക്കും. അപ്പോൾ നമ്മൾ ഈ ഫില്ലിങ്ങിന് എന്താ പറയുക, ഒരു പ്രത്യേക ടേസ്റ്റാണ്. നമുക്ക് ഈ ഫില്ലിങ് വെറുതെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇത് നിറക്കുന്നതിൻ്റെ ഇടയ്ക്ക് കുറച്ചെടുത്ത് വായിലിട്ടാൽ പിന്നെ അത് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും. ഇനി നമുക്ക് പഴമെല്ലാം തൊരി ഉരിഞ്ഞിട്ട് ഇതുപോലെ റെഡിയാക്കി എടുക്കാം. ഞാൻ ഈ എല്ലാ പഴവും ഇതുപോലെ തൊരി ഉരിഞ്ഞിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ ഉരിഞ്ഞ് വെച്ച പഴം ഞാൻ 2 പീസാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ചെറിയ പഴമല്ലാന്നെങ്കിൽ അങ്ങനെ പീസാക്കണമെന്നില്ല. ഇതിപ്പോൾ കുറച്ച് നീളം ഇല്ല പഴമാണ്, അതുകൊണ്ട് ഞാനിത് ഒരു 2 പീസാക്കി കൊടുക്കുന്നുണ്ട്. ചെറിയ പഴമാണെങ്കിൽ അതേപോലെ നമുക്ക് ഫില്ല് ചെയ്തിട്ട് പൊരിച്ചെടുക്കാനേ ഇല്ല കേട്ടോ. അപ്പോൾ ഞാൻ ഈ മുറിച്ച് വെച്ച പഴത്തിന് ഇതുപോലെ കീറിട്ട് കൊടുക്കുന്നുണ്ട്. അടിയിലോളം വരണ ഇത് നമുക്ക് 2 പീസായിപ്പോൾ നമുക്കിതിങ്ങനെ ഇതുപോലെ തന്നെ ഇങ്ങനെ കിട്ടണം. അപ്പോൾ ഒരു പകുതി ഇങ്ങനെ വരഞ്ഞു കൊടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് ഫില്ലിങ് നിറച്ച് കൊടുക്കണം. അപ്പോൾ പകുതി വരച്ച് നമ്മൾ ഫില്ലിങ് നിറച്ച് കൊടുക്കുമ്പോൾ ഇതിങ്ങനെ അകന്നകന്ന് വരും. അപ്പോൾ ഇത് കാണാൻ തന്നെ നല്ല രസമാണ്. ഇതിൽ ഫില്ലിങ് ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ത്രികോണം എന്നുള്ളൊരു രീതിക്കുണ്ട്. അപ്പോൾ നല്ല രസമാണ് കേട്ടോ കാണാൻ. അപ്പോൾ ഇതുപോലെ ആക്കി കൊടുത്തിട്ടുണ്ട് ഞാൻ. ഇനി ഇതിൽ നമുക്ക് റെഡിയാക്കി വെച്ച ഫില്ലിങ് ഇല്ലേ, ഈ തേങ്ങേൻ്റെ ഫില്ലിങ്, അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പക്ഷേ ഇല്ലേ, ഞങ്ങൾക്ക് കുറേ ഇഷ്ടംപോലെ നട്ട്സൊക്കെ ഇട്ടിട്ടാണെങ്കിൽ നല്ല രസമാണ് കേട്ടോ. എൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ ഈ അണ്ടിപ്പരിപ്പ് മാത്രമേ ഇല്ലൂ, അതുകൊണ്ടാണ് ഞാൻ ഇത് മാത്രം ഇപ്പോൾ ഇട്ട് കൊടുത്തിന്. മുന്തിരിയും ബദാമും അങ്ങനെയെല്ലാം ഉണ്ടെങ്കിൽ അതെല്ലാം ഇട്ട് കൊടുത്താൽ നല്ല രസമാണ്. അപ്പം വേണ്ട ഇതുപോലെ ഞാൻ ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് നല്ല പ്രസ്സാക്കിയിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നാലേ നമുക്കിത് കഴിക്കുമ്പോൾ നമുക്ക് ആ ഒരു പിന്നെ ഫില്ലിങ്ങിൻ്റെ ആ ഒരു ബൈറ്റും കൂടി ഇങ്ങനെ കിട്ടണ്ടേ. അപ്പം ഇങ്ങനെ പ്രസ് ചെയ്ത് ഫില്ല് ചെയ്ത് കൊടുക്കണം. അപ്പോൾ എല്ലാ പഴത്തിലും ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനൊരു ബാറ്റർ ഉണ്ടാക്കണം. മൈദ ഉപ്പും വെള്ളവും കൂടെ ചേർത്തിട്ട് ഇതുപോലെ ചെറിയൊരു ബാറ്റർ ആക്കിയത് എടുത്തതിലും, കാരണം ഇതിൻ്റെ നമുക്ക് ഈ ഫില്ല് ചെയ്ത ഭാഗമില്ലേ ആ ഭാഗം മാത്രം ഒന്ന് കവർ ചെയ്യാനാണ് കേട്ടോ. അപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട് നമുക്ക് പശു നെയ്യ് തന്നെയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഓയിൽ പശു നെയ്യ് ഇല്ലെങ്കിൽ ഓയിൽ ഒഴിച്ച് കൊടുത്താലും മതി. ഒരു 3 ടേബിൾ സ്പൂൺ ഓയിലെല്ലാം മതി. നമുക്കിത് ഡീപ്പ് ഫ്രൈ ആക്കി എടുക്കണം. നമുക്ക് ഈ പാനിനകത്ത് ഇട്ടിട്ടൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചെല്ലാം ഇട്ടിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കേണ്ടതാണ്. അപ്പം നമുക്ക് ഇതുപോലെ ഈ നിറച്ച് വെച്ച ഇതിനകത്ത് നിന്ന് എടുത്തിട്ട് ഈ മൈദക്കകത്ത് ഇതണ്ട ഈ നമ്മൾ ഫില്ല് ചെയ്ത ഭാഗം മാത്രമില്ലേ അങ്ങനെ മാത്രമേ ഒന്ന് ഇതിനകത്ത് കോട്ട് ചെയ്തെടുക്കണ്ടോ കേട്ടോ. ഇതുപോലെ കോട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ഈ കോട്ട് ചെയ്ത കറക്റ്റ് ഭാഗം കൊണ്ടുപോയിട്ട് നമുക്ക് ഈ പാനിൽ വെച്ച് കൊടുക്കണം. എന്നിട്ട് ഇത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടിട്ട് മൊരിയിച്ചെടുക്കാം. പെട്ടെന്നായി കിട്ടോട്ടെ. ഈ എന്താ പറയുക, ഈ പശു നെയ്ക്കകത്ത് ഇട്ടിട്ട് മൊരിക്കുന്നതുകൊണ്ട് ഒരു പ്രത്യേക തരം ടേസ്റ്റാണ് കേട്ടോ. കാരണം നമ്മൾ ഫില്ലിങ്ങിലും പശു നെയ്യാണ്, ഈ ഫ്രൈ ചെയ്യുന്നതും നല്ല നെയ്ക്കകത്താണ്. അപ്പം ഇതിനെന്താ പറയുക, ഒരു പ്രത്യേക തരം ടേസ്റ്റാണ് ഇത്. പക്ഷേ പഴത്തിൻ്റെ 4 ഭാഗവും നമുക്കിങ്ങനെ എല്ലാ ഭാഗവും ഇങ്ങനെ മൊരിയിച്ചെടുക്കണം, എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പം ഞാൻ ചെരിച്ചും കിടത്തി നിർത്തി എല്ലാം കൂടി ഇങ്ങനെ എല്ലാ ഭാഗവും മൊരിയിച്ചെടുക്കുന്നുണ്ട്. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പരുവായി കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തുനിന്ന് കോരിയെടുക്കാം. ഇങ്ങണ്ട ഓരോന്നോരോന്ന് ആ നെയ്യെല്ലാം ഈ പിന്നെ പഴം ഇങ്ങനെ കുടിച്ചിട്ടുണ്ടാവും. അപ്പം നല്ലൊരു പ്രത്യേകതരം മണമാണ് കേട്ടോ ഇതിങ്ങനെ ഫ്രൈ ചെയ്യുമ്പം. ഞാനീ ചെയ്യുമ്പോൾ തന്നെ എല്ലാ ഭാഗവും ഒന്ന് മൊരിയിച്ചെടുക്കണം കേട്ടോ. ഇതിപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ ആ എന്താ പറയുക, ഫ്രൈ ചെയ്യുമ്പോൾ ആ ഒരു സ്മെല്ലുണ്ടല്ലോ, എന്തൊരു മണമെന്നറിയാം, നല്ല രസമാണ്. അപ്പോൾ ഞാൻ ഇതുപോലെ എല്ലാം കൂടെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ 2ാം ട്രിപ്പ് ഇട്ടിട്ടുണ്ട്. ഇതും കൂടി ഇട്ടിട്ട് നമുക്ക് ഇതുപോലെ എല്ലാ ഭാഗവും ഒന്ന് മൊരിയിച്ചെടുക്കാം. നല്ല പഴുത്തതാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. എൻ്റെത് പഴുത്തിന് പക്ഷേ കുറച്ചൊരു പഴുപ്പ് കുറവുണ്ടായി കണ്ട. ഇതുപോലെ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. നമ്മൾ പഴംപൊരി ഉണ്ടാക്കില്ല, ഇതിനേക്കാണ് ഉണ്ടാക്കാൻ ഈസിയാണ്. പക്ഷേ അങ്ങനെ എണ്ണ കുടിക്കൊന്നും അങ്ങനത്തെ പ്രശ്നവുമില്ല.
അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.